ഇത് എക്സ്പെൻസ് കുറവുള്ള ഞങ്ങളെ ചെറിയ തട്ടിക്കോട്ട് നോമ്പ് തുറ. ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കണ്ട് കേട്ടാ. ഫുള്ള് പണിയിലാണ്. അവരോടെ വൃത്തിയാക്കണ്ടേ? സെറ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഞങ്ങളുടെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ലൈറ്റ് കെറ്റലും കാര്യങ്ങളൊക്കെ ഏകദേശം ചെയ്യാനായി. അപ്പോഴേക്കും നമ്മുടെ ഫാമിലി വന്ന് പിന്നെ നിലത്ത് ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിക്കലായി. പിന്നെ ഫുഡും ഓരോന്നും കൊടുന്ന് വെച്ച് ഇനി നോമ്പ് തുറക്കാനും ബാങ്ക് കൊടുക്കാനും ഏതാനും കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഏറിപ്പോയൊരു 5-10 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും ബാങ്ക് കൊടുക്കും. അപ്പോൾ തന്നെ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും കൊടുന്ന് ഷീറ്റൊക്കെ വിരിച്ച് എല്ലാവരും എത്തി. ഇനിയും കുറച്ച് ആൾക്കാരും കൂടി വരാനുണ്ട്. അപ്പം നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് ഇടാനുണ്ട്. ലൈറ്റ് ഇട്ടില്ലല്ലോ. അതോ 15-20 മിനിറ്റ് കൊണ്ട് പരിപാടി നമ്മൾ സെറ്റാക്കിയിട്ടാ. നോമ്പ് ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് സെറ്റാക്കിയിരിക്കുന്നു. ഇനി ചെറിയ പരിപാടിയാണ്. അതിൻ്റെ ഇളയ മാമൻ്റെ ഇളയ സന്തതിയാണ് എൻ്റെ കസിൻ സിസ്റ്റർ. ബാക്കിയുള്ളതൊക്കെ നമ്മളെ ആൾക്കാർ തന്നെയാണ്. മൂത്തമ്മ, ആൻറ്റിൻ്റെ മക്കള്, മൂത്തമ്മാൻ്റെ മക്കള്, പിന്നെ എൻ്റെ 2 അനിയന്മാർ, പിന്നെ എൻ്റെ ഉമ്മ. അങ്ങനെ ഞങ്ങളെ ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാർ മാത്രമായിട്ടുള്ള ഒരു ചെറിയ നോമ്പറക്കലാണ്. കുറച്ചായി ഞങ്ങളിങ്ങനെ പൂതി വെക്കണ് കടപ്പുറത്ത് വന്നിട്ട് നോമ്പറക്കണം എന്നൊക്കെ. അപ്പോൾ അൽഹംദുലില്ലാ ഇന്ന് ഞങ്ങൾക്ക് അതിന് സാധിച്ച്. എന്തായാലും വലിയ സെറ്റപ്പ് ഇല്ലെങ്കിലും ഒരു ചെറിയ രീതിക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ തൂക്കി കടപ്പുറത്ത് ഇരുന്ന് നോമ്പറക്കാന്നുള്ളൊരു പൂതി ഞങ്ങൾക്ക് ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത്ര ഒന്നും പ്രതീക്ഷയില്ലെങ്കിലും പ്രതീക്ഷയെക്കാട്ടി അടിപൊളിയായിട്ട് പരിപാടി ഞങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ബാങ്ക് ഇപ്പോൾ കൊടുക്കും. അപ്പോൾ ബാങ്ക് കൊടുക്കാനുള്ള വെയിറ്റിംഗ് ആണ്. അങ്ങനെ ബാങ്ക് കൊടുത്ത് എല്ലാവരും നോമ്പറക്കാണ്. എന്നാൽ പിന്നെ ബിസ്മിയും ചൊല്ലി ഞാനും ഉണ്ട് നോമ്പറക്കട്ടെ. അങ്ങനെ ഞാനും നോമ്പറന്ന് അല്ലോ ഇപ്പോഴാണൊരു സമാധാനമായത്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കഥകളും പറഞ്ഞ് പിന്നെ ഓരോന്ന് കഴിക്കൽ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ചെറിയ നോമ്പ് തുറ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി കഴിക്കാനുള്ള ഫുഡും കൂടി ഞങ്ങൾ കൊടുന്നിരുന്നു. പക്ഷേ ചെറിയൊരു പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങൾക്കത് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റാതെ വീട്ടിൽ വന്നിരുന്ന് കഴിക്കേണ്ടി വന്ന് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ചെറിയ നോമ്പർക്കുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.